ഈശോമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് വിശുദ്ധ ബൊനവെൻചറിൻ്റെ തിരുനാൾ സന്തോഷത്തോടെ ഓർക്കുകയാണ്. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. യേശുനാഥൻ ഉദ്ഘോഷിക്കുകയാണ്: സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ പിതാവേ, നീ ഈ കാര്യങ്ങൾ ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. യേശുനാഥൻ്റെ സന്തോഷം സൂചിപ്പിക്കുന്ന ഒരു തിരുവചന ഭാഗമാണിന്ന്. ഇന്നലെ നമ്മൾ ധ്യാനിച്ചത് യേശുനാഥൻ ഒത്തിരി സങ്കടത്തോടെ ചില നഗരങ്ങളെ ശാസിക്കുകയാണ്. അവർ യേശുനാഥനെ സ്വീകരിച്ചില്ല. എന്നാൽ ഇവിടെ ഇന്ന് യേശുനാഥൻ സന്തോഷത്താൽ ഉദ്ഘോഷിക്കുകയാണ്. അവിടുന്ന് ആർത്ത് വിളിച്ചു പറയുകയാണ്. കാരണം കുറച്ച് മനുഷ്യർ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ട്, അവനെ സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവനെ സ്വീകരിക്കുക വഴി അവർ പിതാവിനെയും സ്വീകരിച്ചിരിക്കുകയാണ്. ഇതെല്ലാ കാലത്തും ഇപ്രകാരം സംഭവിച്ചിട്ടുണ്ട്. ക്രിസ്തുവിൻ്റെ തിരുവചനങ്ങളും അവിടുത്തെ ജീവിത വഴികളും ഒരിക്കലും പരാജയപ്പെട്ടു പോയിട്ടില്ല. ചില മനുഷ്യർ അവിടുത്തെ ഉപേക്ഷിച്ചു, ചില മനുഷ്യർ അവനെ ഏറ്റവും സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവന് വേണ്ടി മരിക്കാൻ തന്നെ തയ്യാറാവുകയും ചെയ്തിരുന്നു. അത് ആദിമ ക്രൈസ്തവർക്കിടയിൽ നമ്മൾ വളരെ വ്യക്തമായി കണ്ടിട്ടുള്ള കാരണമാണ്. കാരണം ക്രിസ്തുവിനെ അവർ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. അവരെന്തിൻ്റെയും പേരിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായിരുന്നില്ല. എന്നാൽ ചില മനുഷ്യർ ചില ലൗകികമായ കാര്യങ്ങളുടെ പേരിൽ ക്രിസ്തുവിനെ ഉപേക്ഷിക്കാൻ തയ്യാറായതാണ്. അപ്പോൾ ഇവിടെ ഇന്ന് നമ്മൾ കാണുന്നത് കുറച്ച് മനുഷ്യർ ക്രിസ്തുവിനെ സ്വീകരിച്ചു. ആ മനുഷ്യരുടെ പ്രത്യേകത അവർ ശിശുക്കളുടെ മനസ്സുള്ള മനുഷ്യരായിരുന്നു. അങ്ങനെ പറയാൻ കാരണമുണ്ട്. കാരണം ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്ന കുറേയേറെ മനുഷ്യരിൽ ഭൂരിഭാഗം പേരും അന്നുണ്ടായിരുന്ന വലിയ പുരോഹിതന്മാരോ അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒത്തിരി അധികം വലിയ സ്ഥാനമാനങ്ങൾ വഹിച്ചിരുന്നവരോ ഒക്കെ ആയിരുന്നു. പ്രത്യേകിച്ച് ജെറുസലേമിലും അല്ലെങ്കിൽ ഇസ്രായേലിലും ഉണ്ടായിരുന്ന നിയമജ്ഞരും ഫരിസേയരും ഒക്കെ ആയിരുന്നു ക്രിസ്തുവിനെ കൂടുതലും ഉപേക്ഷിച്ചത്. അപ്പം ഇവരൊക്കെ ബുദ്ധിമാന്മാരായിരുന്നു. അന്നുണ്ടായിരുന്ന ലോകത്തിൻ്റെ രീതി വെച്ച് നോക്കുമ്പോൾ ബുദ്ധിമാന്മാരും സമ്പന്നരും ആ കാലഘട്ടത്തിൽ അറിയപ്പെടുന്നവരും ഒക്കെ ആയിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ സ്വീകരിച്ചവരാവട്ടെ കുറച്ച് മുക്കുവരും കൃഷിക്കാരും അവിടെ ഉണ്ടായിരുന്ന ആരും അറിയപ്പെടാതെ തള്ളിക്കളഞ്ഞിരുന്ന ഉപേക്ഷിച്ചിരുന്ന കുറച്ച് രോഗികളും കുറച്ച് പാപികളും ഒക്കെ ആയിരുന്നു. പക്ഷേ ഇവരൊക്കെ പൂർണ്ണതയോടെ ക്രിസ്തുവിനെ സ്വീകരിച്ച് ഈ ലോകത്തിൻ്റെ തിന്മകളെ ഉപേക്ഷിച്ച് ക്രിസ്തുവിൻ്റെ നന്മകളെ സ്വീകരിച്ച് മുന്നോട്ട് വന്നവരായിരുന്നു. അതുകൊണ്ടാണ് യേശുനാഥൻ അവരെ ശിശുക്കളെന്ന് വിളിക്കുന്നത്. കാര്യം ഇവരാശ്രയിച്ചിരുന്നത് അവരുടെ കഴിവുകളിലല്ല. എല്ലാം നഷ്ടപ്പെട്ട് ക്രിസ്തുവിൽ ശരണം പ്രാപിച്ചു വരുന്നവരായിരുന്നു അവർ. ഈ കുഞ്ഞുങ്ങൾ അപ്പനെയോടോ അമ്മയോടോ സ്നേഹം കാണിക്കുന്നത് പോലെ അവരെ ആശ്രയിക്കുന്നത് പോലെയായിരുന്നു ഈ എളിയ മനുഷ്യർ ക്രിസ്തുവിനെ ആശ്രയിച്ചിരുന്നത്. അവർക്ക് ആശ്രയിക്കാൻ അവരുടെ കഴിവുകളോ അവരുടെ ബഹുമതികളോ ഉണ്ടായിരുന്നില്ല. അവരാശ്രയിച്ചത് മുഴുവനും ക്രിസ്തുവിലായിരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും അവർ നേടുകയും ക്രിസ്തുവിനെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുകയും ചെയ്തു. ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നതും അതുതന്നെയാണ്. എല്ലാറ്റിനെയും ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിൽ പൂർണ്ണമായി ശരണപ്പെടാൻ നമുക്ക് കഴിയണം. ഒരു ശിശുവിൻ്റെ മനസ്സോടുകൂടെ അവനിലാണ് എൻ്റെ സർവസ്വവും എന്ന ബോധ്യത്തോടുകൂടെ അവനിൽ പൂർണ്ണമായി ശരണപ്പെടുമ്പോഴാണ് അവനെ മനസ്സിലാക്കുവാനും അവൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാനും നമുക്ക് സാധിക്കുക. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വിശുദ്ധ ബൊനവെൻചർ, അദ്ദേഹം ഫ്രാൻസിസ്കൻ സഭയിലെ അറിയപ്പെടുന്ന ഒരു വലിയ വിശുദ്ധനാണ്. ഫ്രാൻസിസ്കൻ സഭയെ ഒത്തിരി വർഷം നയിക്കുകയും തിരുസഭയെ ഒത്തിരി അധികം നയിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു കർദിനാളായിരുന്നു. അദ്ദേഹം ഒത്തിരി അധികം എഴുത്തുകൾ സഭയ്ക്ക് സംഭാവന ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹം തത്വശാസ്ത്രത്തിലും ദൈവശാസ്ത്രത്തിലും ഒക്കെ അഗ്രഗണ്യനായ ഒരു വ്യക്തിയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം പൂർണ്ണമായും ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വലിയ മനുഷ്യരുടെ ഇടയിൽ ഏറ്റവും എളിമയോടെ ക്രിസ്തുവിനെ സ്നേഹിച്ചിരുന്ന ഫ്രാൻസിസ്കൻ സഭയുടെ എല്ലാവിധ ആധ്യാത്മികതകളും, പ്രത്യേകിച്ച് എളിമ അവരുടെ ഏറ്റവും വലിയ ദാരിദ്ര്യവും എളിമയൊക്കെ അവരുടെ ഏറ്റവും വലിയ മുഖമുദ്രയായിരുന്നു. അതൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രിസ്തുവിനെ സ്നേഹിച്ച് ക്രിസ്തുവിനെ സാക്ഷിയായി തീർന്ന ഒരു മനുഷ്യൻ. ആ മനുഷ്യനും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. ശിശുവിൻ്റെ മനസ്സോടുകൂടെ ക്രിസ്തുവിനെ സ്നേഹിക്കാൻ തയ്യാറാകുമ്പോൾ അവൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുമെന്നാണ്. ഈ വചനം ധ്യാനിക്കുമ്പോൾ ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുനാഥൻ അതിന് നമ്മെ സഹായിക്കട്ടെ. ആമേൻ.